ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ട്രസ്റ്റ് വാലറ്റിൻ്റെ 12 അക്ക ഫ്രൈസ് കീ ഉപയോഗിച്ച് നമ്മൾ സേഫ് വാലറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് ആ വാലറ്റ് ഇമ്പോർട്ട് ചെയ്ത് അവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനത് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്കവിടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗറും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫിംഗർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ പിൻ നമ്പർ കൊടുക്കുക. നമ്മൾ ഈ പിൻ നമ്പർ ചോദിക്കുന്നത് നമ്മൾ ആ ട്രസ്റ്റ് വാലറ്റിൻ്റെ പിൻ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ചില ആളുകൾ ഫോണിൻ്റെ ഓപ്പൺ ചെയ്യുന്ന പിൻ നമ്പറും ട്രസ്റ്റ് വാലറ്റിൻ്റെ പിൻ നമ്പറൊക്കെ സെയിം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ആ നമ്പർ തന്നെ കൊടുക്കുക. അതല്ല ട്രസ്റ്റ് വാലറ്റിന് സെപ്പറേറ്റ് പിൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സെപ്പറേറ്റ് പിന്ന് ഇവിടെ അടിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്യുക. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ എൻ്റർപ്രൈസ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്. നമ്മളിതിനെ പറയുന്നത് കണക്റ്റഡ് വാലറ്റ് എന്നാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഹോം പേജ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പേജിൻ്റെ 12 അക്ക ഫ്രൈസ് കീ എടുത്തിട്ടാണ് നമ്മൾ സേഫ് വാലറ്റിൻ്റെ അകത്ത് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ഈ വാലറ്റിൻ്റെ അകത്ത് ഏതെല്ലാം തരത്തിലുള്ള കറൻസികളുണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു ഡമ്മി വാലറ്റാണ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. പക്ഷേ ഓൾറെഡി നമ്മളിപ്പോൾ ഇത് വേറൊരു വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൻ്റെ അകത്ത് അസറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുക, നിങ്ങളൊരു പേപ്പറിലേക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് BNB കാണിച്ചിട്ടുണ്ട്, PVC മെറ്റ കാണിച്ചിട്ടുണ്ട്, USDT കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളതുള്ളത് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വാലറ്റ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്കത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അത് മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ വാലറ്റിൽ ഏതൊക്കെ ഇതുള്ളതെന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വരുന്നത് നമ്മളിവിടെ നമ്മുടെ 12 അക്ക ഫ്രൈസ് കീ എടുക്കാൻ പോകുന്നത് ഏറ്റവും മുകളിലുള്ള മെയിൻ വാലറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു സിംഗിൾ വാലറ്റ് മാത്രമുള്ള ആളുകളാണെങ്കിൽ അവിടെ മെയിൻ വാലറ്റ് വണെന്നായിരിക്കും കിടക്കുന്നത്. അതല്ല ഒന്നിലധികം വാലറ്റുള്ള ആളുകളാണെന്നെങ്കിൽ അവിടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് വാലറ്റാണോ നമ്മൾ സേഫ് വാലറ്റിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന ഈ മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഓപ്പൺ ചെയ്യുക. അതിപ്പോൾ വേറെ പേരാണെങ്കിലും അവിടെ ഓപ്പൺ ചെയ്താൽ മതി. നമ്മൾ ആ മെയിൻ വാലറ്റിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നമ്മുടെ കയ്യിൽ ഉള്ള ഏതെല്ലാം വാലറ്റുകളുണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ വാലറ്റ് ഉള്ളെങ്കിൽ ആ ഒരു വാലറ്റ് മാത്രമേ അവിടെ കാണിക്കുള്ളൂ. അതല്ല ഒന്നിലധികം വാലറ്റുകൾ നമ്മുടെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ വാലറ്റ് എത്രയാണെന്നുള്ള അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏത് വാലറ്റാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ആ പേര് എഴുതിയിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണാം. നമുക്ക് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ വാലറ്റ് തന്നെയാണ് ഓപ്പൺ ആക്കണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ വാലറ്റിൽ ഒരു നീല കളറിലുള്ള ടിക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഈ പേജായിരിക്കും നമുക്കവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഈ മുകളിൽ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ നെയിം കാണും. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ കൺഫേം ചെയ്യുക, നമ്മൾ ഈ വാലറ്റാണോ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. സിംഗിൾ വാലറ്റ് ആണെങ്കിൽ അത് പ്രശ്നമല്ല, ഒന്നിലധികം വാലറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാം. സീക്രട്ട് ഫ്രൈസ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്, മറ്റത് മാനുവൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ ഒരു വർഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ മാനുവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മാനുവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ പിൻ നമ്പർ ചോദിക്കും. നമ്മൾ ഈ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റിൻ്റെ അകത്തേക്ക് കൊടുത്തിരിക്കുന്ന പിൻ നമ്പർ നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ പിൻ നമ്പർ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫിംഗർ സെറ്റ് ചെയ്തേക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഫിംഗർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വന്നു കഴിയുന്ന സമയത്ത് നമുക്കവിടെ ഞാൻ ഫിംഗർ വയ്ക്കുന്നുണ്ട്. പിൻ നമ്പർ ഉള്ള ആളുകൾ പിൻ നമ്പർ കൊടുക്കുക. പിൻ നമ്പർ കൊടുത്തിട്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യുക. അത് നമ്മൾ ഫിംഗർ കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ നമ്മുടെ 12 അക്ക ഫ്രൈസ് കീ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഡയറിയിലെല്ലാം എഴുതി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണെന്ന് ഒന്നും കൂടി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ
സേഫ് വാലിൻ്റെ അകത്തേക്ക് പോയിട്ട് നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മളിത് ചില ആളുകൾ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാതെ ഫോണിൽ മാത്രം ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്തിട്ട് നമ്മുടെ ഈ 12 അക്ക പ്രൈസ്ക്ക് നിങ്ങളൊരു ഡയറിയിലേക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിനി ഈ 12 അക്ക പ്രൈസ്ക്ക് എടുത്തിട്ട് നമ്മൾ പോകുന്നത് സേഫ് വാലിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ നമുക്കിനി സേഫ് വാൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ സേഫ് വാലിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേഫ് വാലെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനത് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണതിൻ്റെ പേരിൽ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അതിൽ പുതിയ ആളുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ള കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ഹോം പേജിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ സേഫ് വാലിൽ നിന്നുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇതായിരിക്കും നമുക്കിവിടെ വരുന്നത്. ഈ വന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഫസ്റ്റത് ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നായിരിക്കും, രണ്ടാമത് ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് കാണാം, മൂന്നാമത് കണക്റ്റഡ് ഹാർഡ്വെയർ എന്നുള്ളത് കാണാം. നമുക്കിവിടെ ആവശ്യമുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന 12 കീ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത വന്ന പേജ് ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഈ സേഫ് വാലറ്റിൻ്റെ പിൻ നമ്പറാണ്. അപ്പോൾ ഇതിന് നമുക്ക് കൊടുക്കുന്ന പിൻ നമ്പറുകൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ചില ആളുകളുടെ ഫോണിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൻ്റെ പിൻ നമ്പർ വേറെ ആയിരിക്കാം, നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പിൻ നമ്പർ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പിൻ നമ്പറുകളെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് സേഫ് വാലിന് വേണ്ടിയിട്ടുള്ള പിൻ നമ്പറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വയ്ക്കണം, സേഫ് വാൽ പിൻ നമ്പർ എന്നുള്ളതിനെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കവിടെ വരുന്നത് ഇതുപോലെ ഒരു പേജായിരിക്കും നമുക്കവിടെ വരുന്നത്. അപ്പോൾ അവിടെ വന്ന സമയത്ത്, കാരണം ഇത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പിൻ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും അടുത്ത പേജ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഇമ്പോർട്ട് വാലറ്റ് എന്ന ഓപ്ഷൻ്റെ താഴെ ടാപ്പ് ഹിയർ ടു എൻ്റർ യുവർ സീഡ് ഫ്രൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുക. താഴെ ഈ ബ്ലാക്കായിട്ട് കിടക്കുന്ന ഏരിയയിലെല്ലാം ടച്ച് ചെയ്യരുത്, ആ ലെറ്ററിൽ ടച്ച് ചെയ്യുക. ടാപ്പ് ഹിയർ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഈ 12 അക്ക ഫ്രൈസ്ക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കവിടെ കിട്ടും. ഓക്കെ, നമ്മൾ ഇതുപോലെ നമ്മൾ ആ 12 അക്ക ഫ്രൈസ്ക്ക് നമ്മൾ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് കൊണ്ടുവന്ന 12 പ്രൈസ്ക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തത് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒന്നാമത്തെ ഏതാണെന്നുള്ളതുണ്ടാവും. അപ്പോൾ അത് നമ്മൾ 2-3 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ നമുക്കത് ആ കറക്റ്റ് വേർഡ് അവിടെ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്തിട്ട് അങ്ങനെ 1, 2, 3, 4 അങ്ങനെ നമ്മൾ ആ 12 കീവേഡ്സുകൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മിക്കവാറും ഒരു 4 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാലൻസ് അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ലെറ്റർ ടൈപ്പ് ചെയ്യണത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിലുള്ളൊരു ഇത് കാണിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജ് വരുന്നത് ഇങ്ങനെയായിരിക്കും വന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് സെറ്റിംഗ് എന്നെല്ലാം കിടക്കുന്നുണ്ട്, അതൊന്നും ചെയ്യേണ്ട. ഇമ്പോർട്ട് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ട് നൗ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുകളിൽ വാലറ്റ് 01 എന്ന് കാണാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു സിംഗിൾ വാലറ്റ് ആണെങ്കിൽ അവിടെ വാലറ്റ് 1 എന്നുണ്ടാവും, അതിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ നമ്പർ കാണിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ അതിൻ്റെ ഹോം പേജ് വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ PVC മെറ്റലിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബിനാൻസിൻ്റെ BEP20 നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിനാൻസ് ചെയിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് മാത്രം നമുക്ക് ആവശ്യം മതിയാകും. അതല്ല ഇപ്പോൾ മറ്റുള്ള ഏതെങ്കിലും നെറ്റ്വർക്കിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള നെറ്റ്വർക്കോടെ കൂടി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഭാഗത്ത് ഓൾന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഇതുപോലെ നെറ്റ്വർക്കുകൾ ഓപ്പണായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ പല വിധത്തിലുള്ള നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾ കിടക്കട്ടെ, കുഴപ്പമില്ല. അതേ സമയം PVC മെറ്റ മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിനാൻസിൻ്റെ BNB സ്മാർട്ട് ചെയിൻ എന്നുള്ള ആ ഓപ്ഷൻ മാത്രം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബിനാൻസ് സ്മാർട്ട് ചെയിൻ ഇത് മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന ഈ പച്ച കളറിലുള്ള ടിക്ക് നമുക്ക് ഈ BNB സ്മാർട്ട് ചെയിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കത് വരും. നമ്മളിവിടെ ടിക്ക് ചെയ്തു. അപ്പോൾ ടിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിനാൻസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ടോക്കൺസ് മാത്രം ഇവിടെ നമ്മൾ ഹോം പേജിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വേറെ ഏതെങ്കിലും മൾട്ടി നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓളെന്നുള്ളതിന് കിടന്നാൽ മതിയാവും. അപ്പോൾ അവർ എല്ലാ ടോക്കൺസും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് വന്നിരിക്കുന്നത് BNBയും SFP എന്ന് പറയുന്ന ഒരു ടോക്കണും മാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കി കളയാം. ബാക്കി നമുക്ക് ആവശ്യമുള്ള ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ഈ SFP എന്ന് കിടക്കുന്ന താഴെ മാനേജ് കോയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. മാനേജ് കോയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ മാനേജ് കോയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ആവശ്യമില്ലാത്ത ഇതെല്ലാം നമുക്ക് ഓഫ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സാധനമെല്ലാം നമ്മൾ ഈ ഓൾറെഡി ഇതെല്ലാം ഓണായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത ഏതെല്ലാം നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള ടോക്കണും കോയിനും ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ സാധാരണ മൊബൈലിൽ ഓഫ് ചെയ്യണവരെ തന്നെ ആ വൈറ്റ് കളറിൽ ടച്ച് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓഫാവും. അങ്ങനെ ഓരോന്നും അത് ഓഫ് ചെയ്ത് മാറ്റുക. അത് ഓക്കെ, ഇപ്പോൾ ഓൾറെഡി എൻ്റെ എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ ഈ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബാറിൻ്റെ അവിടെ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആവശ്യമുള്ളത് PVC ആണ്. അപ്പോൾ അത് നമ്മളത് PVC എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കീപാഡ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് 2-3 ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓള് നെറ്റ്വർക്ക് എന്ന് കാണാം, മറ്റൊന്ന് എത്തേറിയം നെറ്റ്വർക്കിലുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരെണ്ണം ഉള്ളത് നമുക്ക് കാണുന്നത് BNB സ്മാർട്ട് ചെയിൻ. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് BNB സ്മാർട്ട് ചെയിൻ്റെ അകത്തുള്ള ടോക്കണുകളായതുകൊണ്ട് ഞാൻ ആ BNB സ്മാർട്ട് ചെയിനിൽ ആദ്യം ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനത് BNB സ്മാർട്ട് ചെയിനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഏറ്റവും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. PVC. ഓക്കെ, ഇവിടെ PVC എന്ന് അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ PVC മെറ്റ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ കൊടുക്കണേക്ക് മുമ്പായിട്ട് അതിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ആ ഏറ്റവും മുകളിൽ നമുക്ക് വന്നിരിക്കുന്നത് PVC BEP20 എന്ന് കിടക്കുന്ന ടോക്കണാണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്ലസ് ചിഹ്നമാണ് കാണുന്ന. ആ പ്ലസ് ചിഹ്നത്തിൻ്റെ അകത്ത് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അത് വാലറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ കാണാം വേറെയും ഒരുപാട് PVC ഇവിടെ കാണുന്നുണ്ട്. അതൊന്നും നമ്മുടെ ടോക്കൺസ് അല്ല. നമ്മുടെ ഈ മുകളിൽ പ്രൊഫൈല് ഫോട്ടോ അടക്കം കിടക്കുന്ന PVC മെറ്റയാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ തുടക്കത്തിൽ വരുന്നത് 0x75CA52 എന്ന് തുടങ്ങുന്ന ആ ഇത് അവസാനം നമുക്ക് വരുന്നത് B7E3 ഇങ്ങനെ വരുന്ന ആ PVC മെറ്റയാണ് നമുക്കവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളവിടെ പ്ലസ്സിൽ ടിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ PVC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കവിടെ അടുത്ത് വേണ്ടത് BNB ആണ്. നമ്മുടെ ആദ്യം BNB ഉണ്ടായത് ഞാൻ ഓൾറെഡി അത് കട്ടായിപ്പോയി. BNB. ഓക്കെ, BNB എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിന് വന്നിട്ടുണ്ട് BNB BEP20 എന്നുള്ളത് കാണാം. അത് നമ്മളത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത് വരുന്നത് നമ്മൾ USDT ആണ് നമ്മുടെ അടുത്ത സെക്ഷൻ വരുന്നത്. അത് ഇതുപോലെ തന്നെ
USDT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ വന്നിട്ടുണ്ട് USDT BP20. ഈ USDTയും ഒരുപാട് വെറൈറ്റിയുടെ BP20 കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ USDT BP20 ആദ്യത്തത് തന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടേത്. അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്ക് പോകാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഹോം പേജിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോം പേജ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ PVC മെറ്റൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള 3 ഐറ്റം. ഒന്ന് BNB ആണ്, ഗ്യാസ് പീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന BNB. രണ്ടാമത്തെ PVC മെറ്റയാണ്. മൂന്നാമത്തെ USDT ആണ്. അപ്പോൾ ഈ 3 നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പേര്, വാലറ്റിനൊരു പേര് കൊടുക്കണം. അപ്പോൾ ആ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളാദ്യം തന്നെ ആ വാലറ്റ് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ വാലറ്റ് 01 കിടക്കുന്നിടത്തിൽ ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഒരുപാട് വാലറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരുപാട് വാലറ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വാലറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു വാലറ്റ് മാത്രം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ 3 ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വാലറ്റ് ഉള്ളതെങ്കിൽ അത് മാത്രമല്ല, ഒരുപാട് വാലറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ വാലറ്റുകൾ വരും. അപ്പോൾ അത് ഏത് വാലറ്റാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ഇവിടെ ഒരു പച്ച കളറിലുള്ള ടിക്ക് ഓണായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ വാലറ്റ്. അപ്പോൾ അത് ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇത് വന്നു കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ഈ വാലറ്റ് 01 കിടക്കുന്ന തൊട്ടടുത്ത് ഒരു പെന്നിൻ്റെ ഒരു പടം നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഇവിടെ നമുക്ക് ആ വാലറ്റ് ഇവിടെ നമുക്ക് കാണാം. വാലറ്റ് 01 കിടക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത് പേരാണ് എന്താ വേണമെങ്കിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ഡമ്മി വാലറ്റ് എന്നുള്ളതിൽ ഞാൻ ഡമ്മി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന കൺഫേം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അവിടെ നമുക്കിപ്പോൾ പേര് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് കീ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണാം. ഒന്നാമത്തത് ക്രിയേറ്റഡ് ബൈ എന്ന് കാണാം, അടുത്ത ക്രിയേറ്റഡ് ടൈം കാണാം, അടുത്ത സെക്യൂരിറ്റി സഫിക്സ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഈ ബാക്കപ്പ് എന്നുള്ളത്, അപ്പോൾ ഈ ബാക്കപ്പ് എന്നുള്ളതിൻ്റെ അകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൈസ് കീ കാണാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാനായിട്ട് ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണാം, മറ്റൊന്ന് ബാക്കപ്പ് മാനുവലി എന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് ബാക്കപ്പ് മാനുവലി ആണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യാം. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് വരും. അപ്പോൾ അത് ആ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് 3 നമ്മളിങ്ങനെ റൈറ്റ് സൈഡിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്ത സമയത്ത് അവിടെ അണ്ടർസ്റ്റുഡ് എന്നും പറഞ്ഞ് നമുക്കവിടെ വരും. അപ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരും, നമ്മുടെ സെക്യൂരിറ്റി കോഡ് അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ ഇപ്പോൾ ഈ സേഫ് ബാറിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കൊടുത്ത 6 അക്ക പിൻ നമ്പറാണ്. അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ 12 അക്ക പ്രൈസ് കീ നമുക്ക് അവിടെ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന 12 പ്രൈസ് കീ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ വാലറ്റിനെയും നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ വാലറ്റിൻ്റെ പ്രൈസ് കീ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മൾ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു ഓപ്ഷനാണ് എക്സ്പോർട്ട് പ്രൈവറ്റ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എക്സ്പോർട്ട് അതല്ല, അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഒരു നിമിഷം. എക്സ്പോർട്ട് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഇതാണ്, എക്സ്പോർട്ട് പ്രൈവറ്റ് കീ. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. നമ്മൾ ആ 12 അക്ക പ്രൈസ് കീ കൂടാതെ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ചില വാലറ്റുകളിൽ നമുക്ക് ഒന്നിലധികം വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ച് മെറ്റാമാസ്ക് പോലുള്ള വാലറ്റുകളിൽ നമുക്ക് ഒരു പ്രൈസ് കീ കൊടുത്ത് മാത്രമാണ്
അതിനകത്ത് ഒരു അക്കൗണ്ട് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഒരു അഡീഷണൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ 12 പ്രൈസ് കീ കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ അഡീഷണൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കേണ്ട ആളുകൾക്ക് അതും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് മെയിനായിട്ട് ബാക്കപ്പിൻ്റെ അകത്ത് വരുന്ന 12 പ്രൈസ് കീ ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത്. മറ്റേ പ്രൈവറ്റ് കീയും നമുക്ക് ആവശ്യമുള്ള എഴുതി വയ്ക്കാൻ പറ്റുന്നവർക്ക് എഴുതി വെച്ചാൽ നല്ലതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ വാലറ്റ് ആവശ്യമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാലറ്റ് റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും താഴെ റിമൂവ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വാലറ്റിൻ്റെ 6 പിൻ നമ്പർ ചോദിക്കും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അക്കൗണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്ത് വരുന്ന പേജിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് ഹോം പേജിലേക്ക് ഒന്നും കൂടെ പോവാം. അപ്പോൾ നമ്മൾ ഹോം പേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ കൈ കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിപ്പോൾ ഇവിടെ കിടക്കുന്നത് കോയിൻ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മുടെ ഈ കോയിൻസ് എല്ലാം ഇവിടെ കാട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. ചില ആളുകൾ ചിലപ്പോൾ അറിയാതെ കൈ കൊണ്ടിട്ട് ചിലപ്പോൾ ഈ ഇവിടെ ഡെഫി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ചിലപ്പോൾ ആളുകളുടെ ഇവിടെ ആയിരിക്കും ഓണായി കിടക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഓണായി കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്നും കാണിക്കില്ല, 0 എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് പാനിക്കാവും. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് NFT എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ NFT ടച്ച് ചെയ്താലും ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഈ കോയിൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്, അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള കോയിൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും കോയിൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ താഴെ ഏറ്റവും USDയുടെ താഴെ മാനേജ് കോയിൻ എന്ന് കിടക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഈ 3 ഡോട്ട് കാണുന്നുണ്ട്. ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്താൽ നമുക്കവിടെ മാനേജ് കോയിൻ എന്നുള്ള ഓപ്ഷൻ നമുക്കവിടെ കിട്ടുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് മാനേജ് കോയിൻ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാനും എക്സ്ട്രാ കിടക്കുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ അവിടെ നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് PVC മെറ്റീരിയലെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ PVC മെറ്റയുടെ സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഉപയോഗിക്കുന്നത് ഈ ഭാഗം എക്സ്പ്ലോർ എന്ന് പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ PVC മെറ്റയിലേക്ക് വരുന്നത്. അതിൻ്റെ സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിലേക്കും ടോക്കൺ ഫാമിങ്ങിൻ്റെ പേജിലേക്കെല്ലാം പോകുന്നത് എക്സ്പ്ലോർ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വാലറ്റ് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പേജെല്ലാം ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ PVC മെറ്റയുടെ സൈറ്റിനകത്തേക്ക് പോയി ഓരോന്നും ചെയ്യുന്നുള്ള വീഡിയോ നമുക്ക് ഇതിൻ്റെ പുറകെ നമുക്ക് ചെയ്യുന്നതാണ്. തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വീഡിയോ കുറച്ച് ലെങ്ത്താണ്, കാരണം ഞാനത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് പറഞ്ഞു പോകുന്നതിൻ്റെ പേരിലാണ് അത്ര ലെങ്ത്തായിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ താങ്ക് യു. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമുക്ക് ഇവിടെ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് കൊടുത്തു നമുക്ക് ടൈപ്പ് ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് ടോക്കണായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൻ്റെ അകത്ത് പോയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റിങ്സ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് സെക്യൂരിറ്റി, നോഡ് സെറ്റിംഗ്, കസ്റ്റം നെറ്റ്വർക്ക്, ക്ലിയർ ക്യാച്ച്, അതുപോലെയുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ താഴത്തേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കാണാൻ പറ്റും. അതുപോലെ ഫിയറ്റ് കറൻസി ഏതാണെന്നുള്ളത് നമുക്ക് നമ്മുടെ അതിൻ്റെ അകത്ത് കോയിനുകളും കാര്യങ്ങളൊക്കെ ഏത് കറൻസിയിലാണ് കാണേണ്ടതെന്നുള്ളത്, അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കാണേണ്ടത് ഏതാണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനവിടെ INR എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് INR ആണ്. അപ്പോൾ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ US ഡോളറിലോ ഏത് കറൻസിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ INR കാണിച്ചിരിക്കുന്നത്. അത് ലാംഗ്വേജും ഇതുപോലെ തന്നെ കുറച്ച് ലാംഗ്വേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മറ്റുള്ള ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് അതും നോക്കി എടുക്കാൻ പറ്റുന്നതാണ്. ബാക്കി ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏത് രൂപത്തിലാണ് അതിൻ്റെ ഗ്രാഫ്സ് കാണേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്.
അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ഈ PVC മെറ്റീരിയലുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വീഡിയോസ് നമ്മൾ ഇടുന്നത്. അതിനകത്തുള്ള പാർട്ട്നേഴ്സ്ക്ക് അത് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയിട്ടൊക്കെ ചെയ്യുന്നത്. കാരണം അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. എല്ലാവരും മനസ്സിലാക്കുകയും വിചാരിക്കുന്നു. താങ്ക് യു.